ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് അവോധയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് അടുത്ത ക്ലാസ്സായ അഫോർഡബിൾ ഹെൽത്ത് കെയർ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരാണ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ അഫോർഡബിൾ ഹെൽത്ത് കെയർ. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരാണ് അഫോർഡബിൾ ഹെൽത്ത് കെയർ. അപ്പോൾ അതിനകത്ത് ഹെൽത്ത് കെയറിൽ ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂസ് എന്താണ്? ഹെൽത്ത് കെയറിൽ ഡയബറ്റിക് എന്ന് പറയാം നമുക്ക്, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഇതിൽ കണക്കിൽ ഇന്ത്യയുടെ ഡയബറ്റിക് റേഷ്യോ അല്ലെങ്കിൽ ഡയബറ്റിക് എത്ര പേർക്കുണ്ട് എന്നുള്ളതിനെ പറ്റി ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ആദ്യം തന്നെ ഇന്ത്യയിൽ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ 77 മില്യൺ പീപ്പിളിന് ഡയബറ്റിക് ഉണ്ട്. അത് ചൈനയിൽ നിന്ന് ചൈനയാണ് ഏറ്റവും ആദ്യത്തെ സ്ഥാനത്ത്. രണ്ടാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യ ഹാസ് ആൻ എസ്റ്റിമേറ്റഡ് 77 മില്യൺ പീപ്പിൾ വിത്ത് ഡയബറ്റിക് വിച്ച് മേക്ക് ഇറ്റ്സ് ദ സെക്കൻഡ് മോസ്റ്റ് അഫക്റ്റഡ് ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. അതുപോലെ തന്നെ 1 in 6 പീപ്പിൾ ഇൻ ദ വേൾഡ് വിത്ത് ഡയബറ്റിക്സ് ഈസ് ഫ്രം ഇന്ത്യ. അതായത് 6-ൽ ഒരാൾക്കെങ്കിലും ഡയബറ്റിക്സ് ഉണ്ടാവും. അത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ ആ റേഷ്യോ കാണപ്പെടുന്നു. A 2004 സ്റ്റഡി, ഇപ്പോൾ 2004 നടത്തിയ ഒരു സ്റ്റഡി പ്രകാരം സജസ്റ്റ് ദാറ്റ് ദ പ്രിവലൻസ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റിക് ഇൻ ഇന്ത്യൻസ് may be due to environmental and lifestyle changes resulting from industrialization and migration to urban environment from rural. അപ്പോൾ 2004 പഠനം അനുസരിച്ച് ഇന്ത്യയിൽ ഇത്രയും അധികം ഡയബറ്റിക് രോഗികൾ വർദ്ധിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അവർ ഗ്രാമങ്ങളിൽ നിന്ന് വിട്ട് പുതിയ പുതിയ ജോലികൾ, പുതിയ രീതികളിലേക്ക് അർബൻ എൻവിറോൺമെൻറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് പുറമെ അവരുടെ ലൈഫ് സ്റ്റൈൽ മാറുകയും അവരുടെ എൻവിറോൺമെൻറ്റ് മാറുകയും ചെയ്യുന്നു. അതുമൂലമാണ് ലൈഫ് സ്റ്റൈൽ മാറുകയും എൻവിറോൺമെൻറ്റിൽ മാറുകയും ചെയ്യുന്നത് മൂലമാണ് ഇന്ത്യയിൽ ഇത്രയും ഡയബറ്റിക്, അതും ടൈപ്പ് 2 ഡയബറ്റിക് ഉണ്ടാവുന്നതെന്നാണ് 2004 ഒരു പഠനം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഡയബറ്റിക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ പിക്ചർ നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് ഒരു പോർഷനാണ് പാരഡൈം ഷിഫ്റ്റ്. പാരഡൈം ഷിഫ്റ്റ് എന്താണ് ഈ പാരഡൈം ഷിഫ്റ്റ്? പാരഡൈം ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് വെൻ ദ യൂഷ്വൽ വേ ഓഫ് തിങ്കിങ് അബൌട്ട് ഓർ ഡൂയിങ് സംതിങ് ഈസ് റീപ്ലേസ്ഡ് ബൈ എ ന്യൂ ആൻഡ് ഡിഫറെൻറ്റ് വേ. അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി ചിന്തിക്കുന്നതിനോ ഉപരി നമ്മൾ വേറിട്ട് ചിന്തിക്കുന്നതിനെയാണ് നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഒരു യൗവനക്കാരന് സിഗരറ്റ് വലിക്കുന്ന ഒരു ശീലമുണ്ടെന്ന് വിചാരിച്ചു. ദർ ഈസ് എ യൂത്ത് സ്മോക്കിംഗ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് നോക്കാം അതിന് ഈ പാരഡൈം ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ സാധാരണ ഒരു യൂത്ത് സിഗരറ്റ് വലിക്കുവാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? സിഗരറ്റ് വലിക്കും, പിന്നെ ഒരു മെഡിക്കൽ സെറ്റപ്പ് വരും, പിന്നെ ഇൻഡസ്ട്രിയെ ബ്ലെയിം ചെയ്യും, പിന്നെ ഡൊമിനൈസ് ഇൻഡസ്ട്രി ചെയ്യും. എന്നാൽ ഒരു പാരഡൈം ഷിഫ്റ്റിൻ്റെ സമയത്ത് നമ്മൾ വേറിട്ട് ചിന്തിക്കുകയാണെങ്കിലോ പോസിറ്റീവ് യൂത്ത് ഡെവലപ്മെൻറ്റ് മോഡൽ വരും. റെഡ്യൂസ് റിസ്ക് ഫാക്ടേഴ്സ്, ബിൽഡ് പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്, ഇൻഡസ്ട്രി ക്യാൻ ഹെൽപ്പ്. അതായത് ഒന്ന് നശിച്ചു പോവും, അവരെ നശിപ്പിച്ചു അങ്ങനെ നശിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം നമ്മളിത് മാറ്റുകയും പോസിറ്റീവായിട്ട് മാറ്റുകയും ഇതിൽ നിന്ന് വരുന്ന റിസ്ക് ഫാക്ടേഴ്സിനെ ഒഴിവാക്കുകയും പ്രൊട്ടക്റ്റീവ് ഫാക്ടേഴ്സ്, അതായത് ഒരു ഹെൽത്ത് കെയർ ഫാക്ടർ എന്ന ആ ഒരു ഇത് ഏറ്റെടുക്കുകയും ഇൻഡസ്ട്രിയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ഷിഫ്റ്റ്. അതായത് ശരിക്കും നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വേറിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് യൂസിങ് ICT. ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച്
യൂസിങ് ICT. എന്താണ് ഈ ICT? ICT എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. ICT എന്ന് വെച്ചാൽ എന്താ? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അപ്പോൾ ഈ ICT നമ്മൾ മെയിൻലി ഹോസ്പിറ്റലുകളിൽ ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനാണ് നമ്മൾ ഈ ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്? ഫോർ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ ഡേറ്റ. മെഡിക്കൽ ഡേറ്റേനെ ഇലക്ട്രോണിക് സ്റ്റോറേജിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ICT ഹോസ്പിറ്റലുകളിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻ്ററേറ്റഡ് അപ്രോച്ച് യൂസിങ് ICT അതെന്താണ് മീൻ ചെയ്യുന്നത്? റിഫർ ടു എനി മെത്തേഡ് ഓഫ് ഡെലിവറിങ് ലേണിംഗ് മെറ്റീരിയൽ വയ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അതായത് ഏത് മെത്തേഡ് നമുക്ക് ലേണിംഗ് മെറ്റീരിയൽസ് ഡെലിവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതും ഇൻഫർമേഷൻ വഴിയും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും വഴി ഡെലിവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ICT എന്ന് പറയുന്നത്. ദ ഫണ്ടമെൻ്റൽ യൂസ് ഓഫ് ICT ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ മെയിനായിട്ട് ICT നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഫോർ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ ഡേറ്റ. ദിസ് ഹെൽപ്സ് ടു റിട്രൈവ് ദ ഇൻഫർമേഷൻ ഈസിലി. അതായത് വീണ്ടും അത് എടുക്കുവാൻ വേണ്ടി, ആ ഇൻഫർമേഷൻ വീണ്ടും കണ്ടുപിടിച്ച് എടുക്കുന്നതിന് വേണ്ടി ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ. ഇനി നമുക്ക് നോക്കാം. The use of ICT in healthcare can be categorized into four major streams. ഈ ICTയുടെ 4 major stream. ഒന്ന് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, രണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, മൂന്ന് ഹെൽത്ത് റിസർച്ച്, നാല് ഹെൽത്ത് ഡേറ്റ മാനേജ്മെൻറ്റ്. ഇതാണ് 4 സ്ട്രീംസ് ഓഫ് ICT എന്ന് പറയുന്നത്. ഒന്ന് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, രണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹെൽത്ത് റിസർച്ച്, ഹെൽത്ത് ഡേറ്റ മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് നോക്കാം ഈ ICT എങ്ങനെയാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷനിൽ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നതെന്ന് നോക്കാം. ICT in healthcare research helps in finding the possible prevention measures to eradicate and reduce the spread of disease. അതായത് ICT ഹെൽത്ത് കെയർ റിസർച്ചിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ആ പ്രോസസ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് ഈ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസീസിനെ റിഡ്യൂസ് ചെയ്യാനും ഇറാഡിക്കേറ്റ് ചെയ്യാനും അതിനാവശ്യമുള്ള പ്രിവെൻഷൻ മെഷേഴ്സ് എടുക്കുവാനും നമുക്ക് സാധിക്കും. വി ക്യാൻ ഫൈൻഡ് ന്യൂ ടെക്നോളജി ഇൻ ഡയഗ്നോസിസ് കൂടെ നമുക്ക് പുതിയ പുതിയ ടെക്നോളജീസിനെ കണ്ടുപിടിക്കാൻ പറ്റും. വിച്ച് റിഡ്യൂസസ് ദ ടൈം ആൻഡ് കോസ്റ്റ്. ഇന്ന് സമയത്തെയും കോസ്റ്റിനെയും ലാഭിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ടെക്നോളജീസ് കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് സേവ് ലൈവ്സ് ഓഫ് മെനി ഇൻഡിവിജ്വൽസ് ബൈ പ്രൊവൈഡിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ അഡ്വാൻസ്. അതായത് കാലക്കൂട്ടെ തന്നെ ഇതെല്ലാം കണ്ടുപിടിച്ച് ഇതിനുള്ള ചികിത്സ കൊടുത്ത് ഒത്തിരി പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അതാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സ്ട്രീം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആയിരുന്നു നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഫണ്ടമെൻ്റൽ യൂസ് ഓഫ് ICT ഇൻ ഹോസ്പിറ്റൽ ഈസ് ഫോർ ഇലക്ട്രോണിക് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ ഡേറ്റ. അത് നമ്മൾ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്തു. ദിസ് ഹെൽപ്സ് ടു റിട്രീവ് ദ ഇൻഫർമേഷൻ ഈസിലി. Through ICT, the data can be transferred to the patient or to the doctors for consultation. ഒരു കൺസൾട്ടേഷന് മുമ്പ് ICTയിൽ കൂടി നമുക്ക് ആ ഡേറ്റാസ്, ആ പേഷ്യൻറ്റിൻ്റെ ഡേറ്റാസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യവിവരങ്ങളെല്ലാം പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ഡോക്ടറിനോ കൺസൾട്ടേഷനായിട്ട് നമുക്ക് അയക്കാവുന്നതാണ്.
The patient can have medical records in hand which can be used anywhere anytime. അപ്പോൾ പേഷ്യൻറ്റിന് ഈ മെഡിക്കൽ റെക്കോർഡ്സ് കയ്യിലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ICTയുടെ ഉപയോഗം അതാണ്. ഇനി ICTയുടെ ഇതുകൊണ്ട് ഹെൽത്ത് റിസർച്ച് ആ സ്ട്രീം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ICT also helps to strengthen the ability to monitor health services in the remote area. റിമോട്ട് ഏരിയകളിൽ ഹെൽത്ത് സർവീസസ് മോണിറ്റർ ചെയ്യുവാനും അതിനെ സ്ട്രെങ്തൻ ചെയ്യുവാനും ICTയെ കൊണ്ട് സാധിക്കും. ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് സർവീസ്, സപ്പോർട്ട് മോർ എഫക്റ്റീവ് ഹെൽത്ത് റിസർച്ച്, facilitate collaboration and cooperation, enable remote consultation and improve the dissemination of health services. അതായത് പല രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ഈ ICT കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതായത് എഫിഷ്യൻസി, ഹെൽത്ത് സർവീസിലുള്ള എഫിഷ്യൻസി, എഫക്റ്റീവായിട്ടുള്ള ഹെൽത്ത് റിസർച്ച്, കൊളാബറേഷൻ, കോപ്പറേഷൻ ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ ഹെൽത്ത് ഡേറ്റ മാനേജ്മെൻറ്റ്. അപ്പം ഇതാണ് നമ്മുടെ ICTയുടെ 4 മേജർ സ്ട്രീംസും. ഇനി അത് എങ്ങനെയാണ് ലിങ്ക് ചെയ്തേക്കണേന്ന് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഒരു ടോപ്പിക്കാണ് ത്രിനേത്ര എന്നുള്ളത്. നേത്ര എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം നേത്ര എന്ന് വെച്ചാൽ എന്താ, കണ്ണ് അല്ലേ. Trinetra Neo is an advanced wide field digital imaging system that assists clinicians in identifying pediatric ocular disease in newborn infants. അപ്പോൾ ഈ ത്രിനേത്ര എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ഒരു എക്വിപ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അതൊരു കണ്ടുപിടുത്തമാണ്. എന്തിന്? പീഡിയാട്രിക്, അതായത് കൊച്ചു പിള്ളേർക്ക് വരുന്ന ഒക്കുലർ ഡിസീസ് ഇൻ ന്യൂ ബോൺ, അതായത് ന്യൂ ബോൺ ഇൻഫാൻസ്, അതായത് ജനിച്ച് 6 അതായത് 1 വയസ്സ് പോലും ഇല്ലാത്ത കുഞ്ഞു കുട്ടികൾക്ക് വരുന്ന ഒക്കുലർ ഡിസീസിനെ കണ്ടുപിടിക്കാനുള്ള അഡ്വാൻസ്ഡ് രീതിയിലുള്ള ഒരു ഇമേജിംഗ് സിസ്റ്റമാണ് ത്രിനേത്ര എന്ന് പറയുന്നത്. Images captured by Trinetra Neo are intended only for photo documentation and do not provide any pathological analysis or diagnosis for treatment. അതായത് ത്രിനേത്ര നിയോ എന്ന ഇമേജിംഗ് സിസ്റ്റത്തിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോ അതൊരു ഫോട്ടോ ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ്. ആ ഫോട്ടോയിൽ നിന്ന് പിന്നെ അതിനെ പറ്റി പറയാനുള്ള ഡോക്ടേഴ്സ് ഇവിടെ ഇല്ല. ഇത് ജസ്റ്റ് ഒരു ഫോട്ടോ ഡോക്യുമെൻ്റാണ്. ഇതിൽ കൂടി നമുക്ക് ഒരു പാത്തോളജിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് വേണ്ടിയുള്ള ഡയഗ്നോസിസോ അറിയാൻ പറ്റില്ല. അപ്പോൾ ത്രിനേത്ര എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും അതെന്താണ് ചെയ്യുന്നതെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ദ ഫ്യൂച്ചർ ഓഫ് പീഡിയാട്രിക് ഐ ഇമേജിംഗ്, ഫ്യൂച്ചർ ഓഫ് pediatric eye imaging എന്തായിരിക്കും? ഐ ഇമേജിംഗ്, പീഡിയാട്രിക് കൊച്ചു പിള്ളേരുടെ ഐ ഇമേജിങ്ങിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? എ ഡിജിറ്റൽ ഇമേജിംഗ് സിസ്റ്റം വിത്ത് ഇൻ്റർഫേസിംഗ് capabilities, Trinetra Neo is specially engineered to make pediatric imaging accessible to anyone anywhere. അതായത് ഇന്നത്തെ കാലത്ത് ത്രിനേത്ര നിയോ എന്നുള്ള ഒരു പുതിയ പീഡിയാട്രിക് ഇമേജിംഗ് ആക്സസിബിൾ, നമുക്ക് എവിടെ വെച്ചും എവിടെ വേണമെങ്കിലും ഒരു കുട്ടിയുടെ കണ്ണുകളെ ചികിത്സിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. The specific features of the device are designed and clinical convenience and excellence. അപ്പം ഇതിൻ്റെ ഈ ഒരു ഇമേജിംഗ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അത് ഡിസൈൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ക്ലിനിക്കൽ കൺവീനിയൻസ്, അതായത് ഒരു ക്ലിനിക്കിൽ കൺവീനിയൻ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലും അതിലുപരി എക്സലൻ്റ് ആയിട്ടുമാണ് അത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ്, അതായത് ഈ ത്രിനേത്രയുടെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പോർട്ടബിൾ.
എൻകേസ് ഇൻ എ ഡ്യൂറബിൾ ട്രോളി സൂട്ട് കേസ് അലോയിങ് ഈസി ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇത് പോർട്ടബിൾ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈസിലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇമേജിംഗ് സിസ്റ്റമാണ്. 2 കോമ്പാക്റ്റ്. ഫങ്ഷണൽ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഫോർ ക്വിക്ക് ഈസി മാന്യൂവറിങ്. കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ഫ്രണ്ട്ലി ആണ്, ഫങ്ഷൻ നല്ലതാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. നെക്സ്റ്റ് ഡിജിറ്റൽ ഫോട്ടോ ഡോക്യുമെൻറ്റേഷൻ. നെക്സ്റ്റ് ഈസി ടു യൂസ്. ഇൻറ്റ്യൂട്ടീവ് കൺട്രോൾസ് ആൻഡ് വർക്ക് ഫ്ലോ ഫോർ ഈസി ഓപ്പറേഷൻ. അതായത് ഏതൊരു സാഹചര്യത്തിലും വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാവുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ത്രിനേത്ര എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിജിറ്റൽ ഫോട്ടോ ഡോക്യുമെൻറ്റേഷൻ. നെക്സ്റ്റ് digital function documentation. Accuracy stores, display, transmit digital images for clinical consultation. This is essential for education and defensible medical legal documentation. അപ്പോൾ ഇതുകൊണ്ടുള്ള ഫോട്ടോ ഡോക്യുമെൻറ്റേഷനിൽ ആക്യുറസി ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, ട്രാൻസ്മിറ്റ് ഡിജിറ്റൽ ഇമേജസ് ഫോർ ക്ലിനിക്. ഒരു ക്ലിനിക്കൽ കൺസൾട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇമേജ് തരുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് നിയോ കെയർ. ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ സെക്യൂർ ഇലക്ട്രോണിക് അപ്ലോഡിംഗ് ഓഫ് ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ ഇമേജ് ബൈ ഓപ്പറേറ്റേഴ്സ് ആൻഡ് റിമോട്ട് റിവ്യൂ ബൈ ക്വാളിഫൈഡ് ക്ലിനിക്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പോർട്ടബിളാണ്, കോമ്പാക്റ്റ് ആണ്, ഈസി ടു യൂസ് ആണ്, ഡിജിറ്റൽ ഫോട്ടോ ഡോക്യുമെൻറ്റേഷൻ ആണ്. നിയോ കെയർ ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ സെക്യൂർ ഇലക്ട്രോണിക് അപ്ലോഡിംഗ് ഓഫ് ഹൈ റെസൊല്യൂഷൻ ഡിജിറ്റൽ ഇമേജസ് ബൈ ഓപ്പറേറ്റേഴ്സ്. അതായത് ഓപ്പറേറ്റേഴ്സിനും ക്വാളിഫൈഡ് ക്ലിനിക്കൽസിനും സെക്യൂർ ആയിട്ടുള്ള ഹൈ ഇലക്ട്രോണിക് അപ്ലോഡഡ് ഹൈ റിസൊല്യൂഷൻ ഡിജിറ്റൽ ഇമേജസ് എടുക്കാൻ പാകത്തിനുള്ള ഒരു നിയോ കെയർ ആണ് ത്രിനേത്ര നിയോയിൽ ഉള്ളത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ അഫോർഡബിൾ ഹെൽത്ത് കെയർ എന്നുള്ള ക്ലാസ്സിൻ്റെ മേജർ പോയിൻറ്റ്സ്. നമ്മൾ ഡയബറ്റിക്സ് ഇൻ ഇന്ത്യനെ പറ്റി പഠിച്ചു, പാരഡൈം ഷിഫ്റ്റിനെ പറ്റി പഠിച്ചു, ICT ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് യൂസിങ് ICT കണ്ടു, അതിൻ്റെ 4 സ്ട്രീം എന്താണെന്ന് കണ്ടു, ത്രിനേത്ര എന്നുള്ളത് എന്താണ് പഠിച്ചു, അതിൻ്റെ സൈലൻറ്റ് ഫീച്ചേഴ്സ് എന്താണെന്നും ഫ്യൂച്ചർ ഓഫ് പീഡിയാട്രിക് ഐ ഇമേജിങ് എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ എല്ലാ പോയിൻറ്റ്സും കറക്റ്റായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് പഠിച്ചുപെടാം. നന്ദി, നമസ്കാരം, താങ്ക് യു.